നമസ്കാരം കൂട്ടുകാരെ, നിത്യതി നൃത്തനാട്യ കലാലയ പാളയംകുന്ന് ബ്രാഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഈ ക്ലാസ്സിന്റെ അവസ്ഥയൊന്നും കണ്ട എല്ലാവരും ആദ്യം അതായത് ക്ലാസ്സിന് എങ്ങനെയൊക്കെ തലകുത്തനെ ഇടാൻ പറ്റും ആ രീതിയിൽ ഞങ്ങൾ ചെയ്തേക്കുവാണ്. ഇപ്പോ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇല്ലേ? രാവിലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഉദ്ദേശം? യഥാർത്ഥത്തില് എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്, ഏത് തരത്തിലാകും എന്നറിയില്ല. ആ ഒരു അവസ്ഥയെ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ചെയ്തതിൽ അഭിരാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി അല്ലേ ഇത്? മൈക്ക് വേണോ സംസാരിക്കാൻ? അതായത് അഭിരാമി കുറെ നേരമായിട്ട് പറയുന്നു ഈ ഒരു ജോലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ജോലിയാണ് ഇത്. കാരണം ഇതിന് ഓട്ടം അടയ്ക്കാത്തതിന് എന്തുമാത്രം സമയം എടുക്കുമെന്നറിയോ? കാരണം അത് പൂശിയിട്ടില്ല, ജസ്റ്റ് സിമെന്റ് കട്ടയാക്കി വെച്ചേക്കും. അപ്പൊ ഫുള്ള് കുഴിയാ. അങ്ങനെ അഭിരാമി കുറെ നേരം കൊണ്ട് വിട്ടിരിക്കുന്നു. ഞാൻ നൈസിന് മുങ്ങി, അതാ ഫോൺ എടുത്തിട്ട് ഇറങ്ങി. ഇവളുണ്ടല്ലോ ഈ പണി ചെയ്തോണ്ടിരിക്കുമ്പോ 100 കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നറിയാമോ ചെയ്യാതിരിക്കും. രജിസ്റ്റർ ബൈൻഡിടാനെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം ആത്മാർത്ഥത. അതെ. അപ്പൊ ഇന്നലെ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു സഹായിക്കാൻ. ഇന്ന് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ തനിയെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോയ്ക്ക് ശേഷം ഇന്നലത്തെ ഷോട്ടുകളും ഇന്നത്തെ ബാക്കി ഷോട്ടുകളും കാണിക്കാം. ഇനി വരാനുള്ളതും കാണിക്കാം. കൂട്ടുകാരെ, ഈ കാണുന്നതാണ് ഞങ്ങളുടെ ക്ലാസ്. അപ്പോൾ കുറേ ആയിട്ട് ഞങ്ങളുടെ ആഗ്രഹമാണ് ഈ ക്ലാസ്സിനെ ഒന്ന് രൂപമാറ്റം, അതായത് ഇതിൻ്റെ ഛായ മൊത്തത്തിലൊന്ന് മാറ്റണമെന്നുള്ളത്. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ വന്നൊരാഗ്രഹമുണ്ട്. ക്ലാസ്സിൽ ഞങ്ങൾക്ക് റെഡും ബ്ലാക്കും കളർ പെയിൻറ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തുടങ്ങിയ ജോലിയും അതുതന്നെ ആയിരുന്നു. കുറേയേറെ വീഡിയോസിൽ പറഞ്ഞതുപോലെ നിത്യതയിലെ ഒരു പ്രത്യേകതയാണ് നമ്മളാൽ കൊണ്ട് കഴിയുന്ന കുറേയേറെ ജോലികളും നമ്മൾ തനിയെയാണ് ചെയ്യാറ്. അതായത് ഇപ്പോൾ മേക്കപ്പ് ആയാലും ഈ ഡാൻസ് ബേസ് വരുന്ന എന്ത് കാര്യങ്ങളായാലും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ആയാലും ചെറിയ ചെറിയ മറ്റു ജോലികളായാലും എല്ലാം നമ്മൾ തനിയെ ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പോലെ കുറേശ്ശെ ഞങ്ങളുടെ കുട്ടികളും അത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസത്തെ ജോലി ബേസ് ചെയ്ത് പറയുമ്പോൾ ആദ്യത്തെ ദിവസം പാട്ട് കേട്ട് നല്ലതുപോലെ കേട്ട് ആസ്വദിച്ച് കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. നല്ല സന്തോഷത്തോടെ പോയായിരുന്നു. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ടീച്ചേഴ്സ് 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേയേറെ കട്ടിയുള്ള ജോലികൾ വന്നതും രണ്ടാമത്തെ ദിവസമായിരുന്നു. ഇപ്പോൾ ബോർഡർ വരയ്ക്കുന്നതായാലും ഡിസൈൻ ചെയ്യുന്നതായാലും പിന്നെ ക്ലാസ് ബാക്കി ക്ലീൻ ചെയ്യുന്നതായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും വന്നത് രണ്ടാമത്തെ ദിവസമായിരുന്നു. ആ ദിവസം കുറച്ച് കാഠിന്യമുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴേക്കും നല്ല രീതിക്ക് ബോഡി പെയിനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു.